ചങ്ങായിമാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരം ആയപ്പോഴാണ് പോണത്. എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്ക് ബീച്ച് ക്ലിഫ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ എന്നെ വഴിയിൽ വെച്ച് കണ്ട ഒരു ചങ്ങായിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു റോക്ക് ബീച്ച് ക്ലിഫിൽ പോയിട്ടുണ്ടോ എന്ന്. ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇപ്പോൾ ആ ബീച്ചിലേക്ക്. ഈ പറയുന്ന സ്ഥലത്തേക്ക് എങ്ങനെയാണ് വരേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ട് ബ്ലെയർ എന്ന ടൗണിൽ നിന്ന് കാർബിൻ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഒരു വഴി. മറീന പാർക്കിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെയും പറയുകയാണ്, ആൻഡമാനിലെ ആൾക്കാർ വളരെ നല്ല ആൾക്കാരാണ്. എൻ്റെ പേരും ഊരും ഒന്നും അറിയാതെയാണ് എന്നെ ബീച്ച് കാണിക്കാൻ കൊണ്ടുപോകുന്നത് തന്നെ. ഞാൻ ചോദിക്കാതെ തന്നെ എന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എന്നെ പോകുന്ന വഴിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കാണാം. അവിടെ ഇവിടെയും ചെറിയ രീതിയിൽ മണ്ണൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കെട്ടിപ്പൊക്കി ഞങ്ങൾ ചെല്ലുന്നത് ഏകദേശം ഒരു 4 മണി 5 മണി സമയത്താണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ചെറിയ ഇരുട്ടാവാറായിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് തന്നെ രാത്രിയാകും ആൻഡമാനിൽ. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതും വളരെ നേരത്തെയാണ്. 5:30 ആകുമ്പോഴേക്കും സൂര്യൻ അങ്ങനെ ഞങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇവിടെ ഓൾറെഡി 2-3 പേര് വന്നിട്ടുണ്ട്. നിലവിൽ കുറച്ച് താഴത്തേക്ക് ഇറങ്ങി പോകണം ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ അവനെ പരിചയപ്പെടാൻ വേണ്ടി അവൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അവൻ്റെ പേരും അവൻ എന്താണ് ചെയ്യുന്നതെന്നും. നമുക്കത് കേട്ട് നോക്കാം. യുവർ നെയിം? My name is Ayush Singh. Ayush Singh. Yes, I'm in college, BA English second year. BA English. Yes. अच्छा, okay. ഇതൊരു ആൻഡമാൻ ലോക്കല്ലേ? Yes, local. From 21 years. Okay. So you're 21 years old? Yes. Okay. അപ്പോൾ നമ്മളെ കൊണ്ടുവന്നത് ആയിഷ് എന്ന് പറഞ്ഞേക്കാണ്. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ പോണത് where we are heading? Rock Island. Rocky Beach. Rocky Beach എന്ന് പറഞ്ഞ ബീച്ചിലേക്ക് വരുന്നത്. ഇവിടെ ഫുള്ള് പാറകളാണിത്. അതിലേക്ക് പോണ വഴിയാണിത്. ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഫുള്ള് പാറയാണ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു 5 മണി സമയത്താണ്. അതുകൊണ്ടാണ് ഇവിടെ എത്ര വെളിച്ചം കുറവ്. ഇത് കണ്ടറിയാം ഇവിടെ എത്ര പാറകളാണ്. ബീച്ചിൽ മണലില്ല, പകരം പാറകൾ. അത് നോക്കിയാലാണ് മുകളിലുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാരമായിരിക്കും. നമ്മൾ അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ബീച്ച് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. ആലോചിച്ച് നോക്കി ആ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ എന്തായിരിക്കുന്നത്. നമുക്ക് ഇനി താഴത്തേക്ക് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ താഴത്തേക്ക് പോവാം. ഇവിടെ തന്നെ ചെറിയ കാടുകളൊക്കെ ഉണ്ട്. കാടുകളുടെ സൈഡിൽ ഇതാ കാണുന്നതാണ് റോസ് ഐലൻഡ്. നമുക്ക് അവിടെ നിന്ന് കാണാം. ആ കാണുന്നത് റോസ് ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡ്. ഇവിടെ ലൈറ്റ് പെട്ടെന്ന് പോകും. 5 മണിയാകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവും. 5:30 മാക്സിമം. 6 മണിക്കൊക്കെ നല്ല ഇരുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പോണത് പാറേൻ്റെ ഇടയിൽ കൂടെയാണ് പോകണം. കണ്ടോ, നിറച്ച് പാറകളവിടെ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തരി പോലും മണലില്ല. ഇവിടെ ഫുള്ള് പാറകളാണ് മൊത്തത്തിലുള്ളത്. തിരമാല വന്ന് അടിക്കുന്നത് മൊത്തം പാറയിലാണ്. അപ്പോൾ പാറയിൽ വന്ന് അടിച്ചടിച്ച് പാറയെല്ലാം പല ഷേപ്പിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏത് ഷേപ്പിലാണ് പാറയൊക്കെ ഉള്ളത്. ചില പാറകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കോറൽസ് ആണെന്ന്. കണ്ടോ, ഈ പാറയിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും ജീവികളൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം പല രീതിയിലുള്ള ഷേപ്പിലാണ് ഈ വെള്ളം വന്ന് അടിച്ചിട്ട് ഈ പാറകൾ നമുക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഇവിടെ വരുന്നവർ മിക്ക ആൾക്കാരും വേസ്റ്റുകൾ വന്ന് ഇവിടെ കൊണ്ട് കളയാറുണ്ട്. ഇത് ഇത്തിരി ഉള്ളിലെ സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ കപ്പിൾസ് അധികമാണ്. അവരാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ചീത്തയാക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത്. മിനിറ്റുകൾക്കകം കാലാവസ്ഥ മാറി തുടങ്ങി. നമ്മൾ വന്നപ്പോഴുള്ള അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത്. ആൻഡമാനിൽ പ്രവചിക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, അത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. നിങ്ങൾക്കൊരു തെങ്ങ് നിൽക്കുന്നത് കാണാം ഒരു സൈഡിലേക്ക്. ബീച്ചിലേക്ക് തള്ളിയിട്ട് ഒരു തെങ്ങ് മാത്രം നിൽക്കുന്നുണ്ട് ഇവിടെ. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് പെട്ടെന്ന് മാറും. അത് നോക്കി നിൽക്കുമ്പോൾ മാറും. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലമുണ്ടല്ലോ, 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇവിടെ എത്ര നേരം വെയിലായിരുന്നല്ലോ ഒന്ന്. 5 മിനിറ്റ് വെയിൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത 5 മിനിറ്റ് കൊടും മഴയായിരിക്കും ഇവിടെ. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇപ്പോൾ കാലാവസ്ഥ മാറുന്നത് കാണാം. അവിടെ ലൈറ്റ് ചെറുതായിട്ട് മിന്നുന്നത് ലൈറ്റ് ഹൗസിൻ്റെയാണ്. കണ്ടോ, ഇപ്പോൾ തന്നെ മഴക്കോൾ നല്ലോണമായി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. ഇനി അധികം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ റൂം എത്തണേക്ക് മുമ്പ് മൊത്തം നനഞ്ഞ് കുളിക്കും. ഈ മുമ്പിൽ കാണുന്നതാണ് റോസ് ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡ്. ആ ഐലൻഡിൽ നമുക്ക് ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും. ഇതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് കേട്ടോ. ഈ കാലാവസ്ഥ ഇങ്ങനെ കാണുന്നത് ഒരു ഭാഗ്യം തന്നെ വേണം. അപ്പോൾ നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ റോക്ക് ക്ലിഫ് ബീച്ചിലേക്ക് എന്തായാലും വരുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ നേരത്തെ വരാൻ നോക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല കാറ്റും മഴയുമായി. നമ്മൾ ഐലൻഡിലായതുകൊണ്ട് കാർമേഘം നമുക്ക് അത്രയും നീളത്തിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകാൻ നല്ലോണം വൈകും.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ വണ്ടി എടുത്ത് തിരിച്ചു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും നനഞ്ഞു. ഞങ്ങൾ നേരെ പോയത് അവൻ്റെ കടയിലേക്കാണ്. ആശാ മിനി മാർട്ട് എന്നാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഈ കടയിൽ അവൈലബിൾ ആയിട്ട്. ഈ ഷോപ്പ് 9 മണി വരെയാണ് തുറക്കുക. ആൻഡമാനിൽ ആർക്കെങ്കിലും വന്നിട്ട് കട എത്ര മണിക്ക് അടയ്ക്കുമെന്ന് അറിയണമെങ്കിൽ 9 മണിയാണ് കടകളുടെ സമയം. അപ്പോൾ രാത്രിയാകട്ടെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, എന്തെങ്കിലും മേടിക്കാന്ന് വെച്ചാൽ ആ പരിപാടി ഇവിടെ നടക്കില്ല. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ടും ചെയ്യുക.